ഇന്ന് പെറുവിലെ ക്രൈസ്തവർക്ക് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനം. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് ലയോ 14 ബിഷപ്പായിരുന്നപ്പോൾ സേവനം ചെയ്തിരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ ചിക്ലായോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സാന്താമരിയ ദേവാലയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി വിശ്വാസികൾ. 2025 മെയ് 10 ശനിയാഴ്ച വൈകുന്നേരമാണ് സാന്താമരിയ കത്തീഡ്രലിൽ ലയോ 14 പാപ്പയ്ക്ക് വേണ്ടിയുള്ള ദിവ്യബലിക്കായി വലിയൊരു ജനാവലി ദേവാലയ പരിസരത്ത് ഒരുമിച്ച് കൂടിയത്. ഏകദേശം 8 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ചിക്ലായോ ടൗൺ പെറുവിന്റെ നോർത്ത് പസഫിക് കോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വാണിജ്യ മേഖലയാണ്. 69 വയസ്സുള്ള അമേരിക്കക്കാരനായ ലയോ പാപ്പ 2014 ചിക്ലായോ നഗരത്തിൽ എത്തിച്ചേരുന്നത്. ഒരു ബിഷപ്പായും രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായും സേവനം ചെയ്തിരുന്ന ബിഷപ്പ് റോബർട്ട് പ്രിവോസ്റ്റിനെ 2023 പുണ്യശ്ലോകനായ ഫ്രാൻസിസ് പാപ്പ റോമിലേക്ക് വിളിപ്പിച്ചിരുന്നു. റോമിൽ കർദിനാളായി ഉയർത്തപ്പെട്ട റോബർട്ട് പ്രിവോസ്റ്റ് 2025 മെയ് 8 ക്രിസ്തുശിഷ്യനായ പത്രോസിന്റെ പിൻഗാമിയായി 267 പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സ്വയം കാറ് കേടുപോക്കുകയും അതിനായി യൂട്യൂബ് വീഡിയോകൾ കാണുകയും തന്റെ ഭക്ഷണപാത്രങ്ങൾ സ്വയം കഴുകുകയും ചെയ്തിരുന്ന ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള ദിവ്യബലിയിൽ ഹോട്ടൽ ജീവനക്കാരും ടാക്സി ഡ്രൈവേഴ്സും അധ്യാപകരും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് സ്പാനിഷ് ഭാഷയിൽ പെറുവിലെ ചിക്ലായോ രൂപതയെ അഭിസംബോധന ചെയ്ത് ലിയോ 14 പാപ്പ സംസാരിച്ചിരുന്നു. ശനിയാഴ്ചയിലെ ദിവ്യബലിക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും പരമ്പരാഗത നൃത്തരൂപങ്ങളും കത്തീഡ്രൽ പരിസരത്ത് അരങ്ങേറിയിരുന്നു. ഷിക്കാഗോയിൽ ജനിച്ച് 1985 പെറുവിൽ യുവ മിഷണറിയായി എത്തിച്ചേർന്ന ഫാദർ റോബർട്ട് പ്രിഫോസ്റ്റ് 2015 ബിഷപ്പായി നിയമിതനായത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.